Hi everyone, I am Krishnadev and I am from Thrissur. Currently, I am pursuing my computer science BTech degree at Kollam TKM Engineering College. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ HTUയിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ 10th വീക്ക് ക്ലാസ്സസ് ഓൺ ഗോയിങ് ആണ്. അപ്പോഴാണ് ഈ AWS വർക്ക്ഷോപ്പ് വന്നത്. ഈ വർക്ക്ഷോപ്പിന് മുന്നേ വരെ എനിക്ക് AWSനെ പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അത് വെറും ക്ലൗഡ് പ്ലാറ്റ്ഫോം എന്ന് മാത്രമേ എനിക്ക് അറിയുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യാൻ ഞാൻ വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഈ വർക്ക്ഷോപ്പിൽ എനിക്ക് AWSനെ പറ്റി ഒരു ഡീപ്പായിട്ടുള്ള ഇൻഫർമേഷൻ തന്നെ കിട്ടി. എന്നെപ്പോലെ തന്നെ 4.0 ടെക്നോളജീസിനെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള സ്റ്റുഡൻസിനൊക്കെ ഇതുപോലെയുള്ള വർക്ക്ഷോപ്പ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഇത് വെറും ഒരു തിയറി ക്ലാസ് ആയിരുന്നില്ല, അതിൽ ഹാൻഡ്സ് ഓൺ സെഷനൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഞാൻ വർക്ക്ഷോപ്പിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. ഈ വർക്ക്ഷോപ്പിലൂടെ എനിക്ക് AWSനെ പറ്റി ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നെ ലഭിച്ചു. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു തിയറി ക്ലാസ് ആയിരുന്നില്ല, അതൊരു ഹാൻഡ്സ് ഓൺ സെഷൻ ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഹാൻഡ്സ് ഓൺ സെഷനിൽ കൂടെ ഇതിൻ്റെ ഡിഫറെൻറ്റ് സർവീസസ്, അതായത് ലൈക്ക് EC2, ക്ലൗഡ് ഫ്രണ്ട്, അതേപോലെ അതിൻ്റെ ഡിഫറെൻറ്റ് സർവീസസിനെ പറ്റി ആൻഡ് ഹൗ ഇറ്റ്സ് സ്കെയിലബിൾ ആൻഡ് ഫ്ലെക്സിബിൾ കമ്പയർഡ് ടു അതർ ക്ലൗഡ് പ്ലാറ്റ്ഫോം, ഇങ്ങനെ ഒരു നല്ല ഡീപ്പ് ലെവലിലുള്ള ഇൻഫർമേഷൻ തന്നെ എനിക്ക് ലഭിച്ചു. കൂടാതെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി അതിൻ്റെ ഹാൻഡ്സ് ഓൺ സെഷൻ ആയിരുന്നു. ഹാൻഡ്സ് ഓൺ സെഷനിലൂടെ എനിക്ക് എൻ്റെ പ്രൊജക്റ്റ് ഡിപ്ലോയ് ചെയ്യാൻ സാധിച്ചു. ഐ ഡെവലപ്ഡ് എ വെബ്സൈറ്റ് ആൻഡ് ഹോസ്റ്റഡ് ഇറ്റ് ഓൺ ഇൻ്റർനെറ്റ്. പിന്നെ ഗോഡാഡി ഉപയോഗിച്ച് ഒരു ഡൊമെയിൻ എങ്ങനെ വാങ്ങാം, അത് വെച്ച് നമ്മുടെ വെബ്സൈറ്റ് എങ്ങനെ കണക്ട് ചെയ്യാം, ഇങ്ങനെ പല ഇൻഫർമേഷനും എനിക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് ലഭിച്ചു.